ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഈ ക്രയവിക്രയങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കിട്ടുന്നതൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം. അല്ലെങ്കിൽ ഈ ചെക്ക് മുഖേന അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്നിവയൊക്കെ ചിലപ്പോൾ ഇല്ല. ഈ കേസിലും നമുക്കറിയാം പല ആളുകൾക്കും നേരിട്ട് കറൻസി കൈമാറിയാണ് അവർക്ക് പണം നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ഈ കറൻസി നൽകിയതുകൊണ്ട് മാത്രം തെളിവില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. നമ്മൾ ഒന്നൊന്നായി ബിജു രാധാകൃഷ്ണൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ തട്ടിപ്പുകൾ കാണിച്ചു കൊടുത്താണ് അയാൾ അവകാശപ്പെടുന്ന കാര്യങ്ങൾ. അയാൾ എങ്ങനെയാണ് ഇരകളെ വലവീശി പിടിക്കുന്നത്, ഈ യോഗി ആദിത്യനാഥുമായി തനിക്ക് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അമൃതാനന്ദമയി മഠം പോലുള്ള വലിയ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു ആശുപത്രി നടത്തിയത് തങ്ങളാണെന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന CSR ഫണ്ട് മുഖേന നടത്തുന്ന കാര്യങ്ങൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നത്, സംസ്ഥാന സർക്കാരിന് പണമില്ലാത്തത് കാരണം ഈ ഗോത്രവർഗ മേഖലകളിൽ നടപ്പാക്കുന്ന പദ്ധതികൾ തങ്ങളെയാണ് സർക്കാർ നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത്, സംസ്ഥാനത്തെ ഒരു പ്രമുഖ IAS ഉദ്യോഗസ്ഥയെ പഠിപ്പിച്ചത് താനാണ്. ഇങ്ങനെ ഒരുപാട് തെറ്റായ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത കാര്യങ്ങളുടെ അവകാശവാദങ്ങളൊക്കെ പുലർത്തി അക്ഷരാർത്ഥത്തിൽ ലക്ഷണമൊത്ത ഒരു തട്ടിപ്പിൻ്റെ ഒരു സ്വഭാവമുള്ള വാക്കുകൾ തന്നെയാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അയാളുടെ സ്ഥാപനത്തിൽ ജോലിക്കിരിക്കുന്നത് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഒരു വനിതാ അഭിഭാഷകയാണ്, വലങ്കൈയായി നിൽക്കുന്ന, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള അധികാര സ്വാധീനം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പ്രകടമാണ്. ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പരാതി നൽകുന്നു, രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരടക്കം തെളിവ് ശേഖരണം അല്ലെങ്കിൽ അവർ പരിശോധനകളൊക്കെ ആരംഭിക്കുന്നു. പക്ഷേ ഇതിനുശേഷവും ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഈ മെറിഡിയൻ പ്രോജക്ട് പ്രൊഫഷണൽസ് എന്ന സ്ഥാപനം ഒഴിഞ്ഞു പോകാൻ ബിജുവിന് സാവകാശം ലഭിച്ചു. ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ കെട്ടിട ഉടമ ഒഴിയാൻ നോട്ടീസ് കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകുന്നു. നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു ഓഫീസ് ഒഴിയാൻ ഒരു സമയം പറഞ്ഞാൽ അത് എത്ര ദിവസത്തെ താമസമെടുക്കും, അവിടുത്തെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ കൊണ്ടുപോകാനുള്ള കാലതാമസമൊക്കെ വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഈ സ്വിച്ച് ഇട്ട പോലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ഈ പണം തട്ടിപ്പിനിരയായ ആളുകൾ ഇനി ഈ മെറിഡിയൻ എന്ന സ്ഥാപനത്തിൻ്റെ ഇരുന്ന കെട്ടിടത്തിന് മുന്നിൽ നോക്കിയാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ സ്ഥാപനത്തിലെ ജീവനക്കാരില്ല, അവിടെ സ്ഥാപനത്തിൻ്റെ രേഖകളില്ല, ഒരു തരത്തിലുമുള്ള സാധനങ്ങളില്ല. എല്ലാ സാമഗ്രികളും കടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ഒത്താശ പോലീസ് ഇവർക്ക് ചെയ്തു. ഒരുപക്ഷെ ഈ സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ആ സ്ഥാപനത്തിൽ ഒരു പരിശോധന നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടികൾ എടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ കോടികളുടെ തട്ടിപ്പ് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ കിട്ടിയാണ്. അവിടെ ഒരു സന്ദർശക രജിസ്റ്റർ ഉണ്ട്, അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് അവിടെ വന്നു പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പരിശോധിക്കാനുള്ള സാവകാശം കിട്ടുമായിരുന്നു. പക്ഷേ ഇത്രയധികം ദിവസങ്ങൾ വൈകിയപ്പോൾ ബിജു രാധാകൃഷ്ണൻ എല്ലാ തെളിവുകളും കുഴിച്ചു മൂടാൻ അല്ലെങ്കിൽ ആ തെളിവുകൾ മൊത്തം നശിപ്പിക്കാനുള്ള സമയം കൃത്യമായി തന്നെ പോലീസിൻ്റെ ഭാഗത്തും നൽകി. കേവലം ഒരു ആളുടെ പണം നഷ്ടപ്പെട്ടു എന്ന പരാതിക്ക് അപ്പുറം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക കുംഭകോണങ്ങളിലൊന്നാണ് ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയത്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഫലപ്രദമായി കുഴിച്ചുമൂടാനുള്ള സാവകാശം കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ മുതിർന്ന വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യമാവാം, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രമാദമായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വനിതാ അഭിഭാഷകയുടെ സാന്നിധ്യമാവാം. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു സഹായം ബിജു രാധാകൃഷ്ണന് ചെയ്തു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ സമയബന്ധിതമായ ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ, സമയബന്ധിതമായി രേഖകൾ പിടിച്ചെടുക്കാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയിരുന്നെങ്കിൽ കൃത്യമായ തെളിവുകൾ ഇക്കാര്യത്തിൽ കിട്ടിയേനെ. പക്ഷേ ഇനിയിപ്പോൾ എല്ലാ തെളിവുകളും ബിജു രാധാകൃഷ്ണൻ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ഇനി അവരുടെ പക്കൽ നിന്നും രേഖകൾ പിടിച്ചെടുക്കുന്ന വലിയ ദുഷ്കരമാണ്. ഒരുപക്ഷെ ഇനിയുള്ള റെയ്ഡുകൾ നടത്തിയാൽ പോലും അല്ലെങ്കിൽ പരിശോധനകൾ നടത്തിയാൽ പോലും ഈ രേഖകൾ തിരിച്ചു കിട്ടാൻ എന്താണ് സാധ്യത, അല്ലെങ്കിൽ ഈ CCTV ദൃശ്യങ്ങൾ എങ്ങനെ ഇനി ലഭിക്കും എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. നിലവിൽ പോലീസിൻ്റെ കൃത്യമായ സഹായം ബിജു രാധാകൃഷ്ണന് ലഭിച്ചിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം പനമള്ളി നഗറിലെ ഓഫീസിലാണ് ഈ റിൽഷാദും ഏലിയാസും അടക്കമുള്ള ഒരുപാട് പേർ പണം നൽകുകയും ഇടപാടുകൾ നടത്തുകയും ചെയ്തത്. പക്ഷേ ഈ പണം ലഭിക്കാത്തവർ ചോദ്യവുമായി ചെന്നതോടുകൂടി ഒറ്റ രാത്രിക്കാണ് പനമള്ളി നഗറിലെ സ്ഥാപനം അടച്ചുപൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപനവുമായി പോയത്. ആ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ചെന്നവർക്ക് ആ സ്ഥാപനം നിൽക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഈ തട്ടിപ്പുകാരുടെ ഫോൺ നമ്പറുകൾ അവർ മാറി വേറെ എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. അങ്ങനെ ഒരു ശൂന്യതയിലേക്കാണ് ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയാൽ ഇവർ നീങ്ങുന്നത്. അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കാക്കനാടും ഉണ്ടായിരിക്കുന്നത്. ബിജു രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ചാൽ ലഭ്യമാവില്ല, മറ്റു ഉത്തരവാദിത്തപ്പെട്ടവരെ കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ എന്തായാലും പോലീസ് കൃത്യമായി തന്നെ കാക്കനാട്ടെ സ്ഥാപനം പറിച്ചു മാറ്റി ഒരു തെളിവുകളും അവശേഷിപ്പിക്കാത്ത വണ്ണം മുന്നോട്ട് പോകാൻ അയാളെ സഹായിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. സജിത്ത്. എന്തായാലും അനീഷ്, നമ്മുടെ വാർത്തകൾ നമുക്ക് തുടരേണ്ടി വരും. കാരണം ഇത് പോലീസ് നടപടി എടുക്കുന്നവരെ നമുക്ക് തുടരേണ്ടി വരും. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ചില ഒളിച്ചുകളികൾ നടത്തുന്നു എന്നതാണ് സംശയം. അനീഷ് സൂചിപ്പിച്ചതുപോലെ പ്രതിക്ക് ഒളിക്കാനുള്ള സാഹചര്യം കൊടുത്തു, സുരക്ഷിതമായി ഓഫീസ് ഒഴിയാനുള്ള സാവകാശം കൊടുത്തു എന്നതാണ്. ബിജു രാധാകൃഷ്ണനെ അറിയാത്തവരായി ആരും തന്നെയില്ല. എന്നിട്ട് കൂടിയാണിത്.
സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റും ആളാരാണെന്ന് ബോധ്യപ്പെട്ട് നീക്കങ്ങളൊക്കെ ആരംഭിച്ചു. പക്ഷേ ഇതുവരെ എന്തുകൊണ്ട് FIR പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നതാണ്. ബിജു രാധാകൃഷ്ണനും ഒളിവിലേക്ക് പോകാനുള്ള അവസരമായി കൂടി ഇത് മാറിയോ എന്നതാണ്. പോലീസിന്റെ വീഴ്ചകൾ തുറന്നു പറഞ്ഞേ മതിയാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.